പല അധ്യാപകരും യൂഡൈസ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പം അങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ധാരണയുടെ പുറത്താണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയക്കുന്നത്. ഇതിൽ നമ്മൾ സൈറ്റിൽ കയറിയാൽ ആദ്യം ചോദിക്കൽ നമ്മളുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്. സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കേരളം ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഗോ കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുക. ഞാൻ നേരത്തെ തന്നെ ഈ സൈറ്റിൽ എൻ്റർ ചെയ്തതുകൊണ്ടാണ് എന്നോടൊപ്പം യൂസർ നെയിമും പാസ്വേഡും ചോദിക്കാത്തത്. അത് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൂടെ ഒരു ക്യാപ്ച ഐ ഡിയും കൂടെ ചോദിക്കും, അതും കൂടെ എൻ്റർ ചെയ്തിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ശേഷം നമ്മളുടെ ഈ വർഷത്തെ കറൻറ്റ് അക്കാദമിക് ഇയർ 2024-25 സെലക്ട് ചെയ്യാം. ശേഷം നമ്മുടെ സ്കൂളിൻ്റെ ജനറൽ ഇൻഫോർമേഷൻസ് ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരും. അത് നമ്മൾ ക്ലോസ് എന്നുള്ള ബട്ടൺ കൊടുത്ത് അത് ക്ലോസ് ചെയ്യുക. ശേഷം നമ്മുടെ സ്കൂളിലെ ഓരോ ക്ലാസ്സുകളും അതിൻ്റെ ഡിവിഷൻസും ഏരിയയായിട്ട് കാണാൻ കഴിയും. ബോയ്സിൻ്റെ എണ്ണം, ഗേൾസിൻ്റെ എണ്ണം, പിന്നെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിലെ എണ്ണം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്, ആക്ഷൻ എന്നുള്ള വേറൊരു ബട്ടൺ. ഇങ്ങനെയുള്ള കളികളാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഈ വ്യൂ ആൻഡ് മാനേജ് എന്നുള്ള ബട്ടണാണ് നിൽക്കേണ്ടത്. എന്നിട്ട് ആ സമയത്ത് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ആദ്യത്തെ കുട്ടി ആയിഷ അഫ്രീൻ എന്നുള്ള കുട്ടി, ആ കുട്ടിയുടെ GP നമ്മൾ മുമ്പ് ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ എല്ലാ ക്ലാസ്സിൻ്റെയും GP നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് EP ആണ്. അപ്പോൾ EP എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിലാദ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ക്ലാസ്സിലെ റോൾ നമ്പറാണ്. അപ്പോൾ നമ്മുടെ റോളിൽ കുട്ടി എങ്ങനെയാണോ നമ്പർ വെച്ചാൽ ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. സമ്പൂർണ്ണയിൽ അതേപോലെ ആയിരിക്കില്ല, കാരണം അതിലും ഇതിലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം സമ്പൂർണ്ണയിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ റോളിൽ എങ്ങനെയാണോ റോൾ നമ്പർ അതിനനുസരിച്ച് ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം ഇവിടെ താഴെ വന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കുക. അപ്പം ഈ ഒരു ഡാറ്റ സേവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. താഴെ വന്നിട്ട് പിന്നീട് ചോദിക്കുന്നത് കുട്ടിക്ക് നമ്മുടെ സ്കൂളുമായിട്ടുള്ള അകലം, വീടും സ്കൂളുമായിട്ടുള്ള അകലം എത്രയാണെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അപ്പം FPയും ഇതോടൊപ്പം സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റെപ്പിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വരും. ഇവിടെ ഞാൻ മുമ്പ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ബട്ടൺ കാണാത്തത്. മൊത്തം കംപ്ലീറ്റ് ഡാറ്റ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ താഴെ വരുന്നതാണ്. അതും കൂടെ ഞെക്കി കഴിയുമ്പം, അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂഡൈസിലെ ഒരു കുട്ടിയുടെ എല്ലാ സ്റ്റെപ്പും